ഹായ് ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനുമ മിസ് ആണ്. അപ്പോൾ LSS എക്സാമിനെ കുറിച്ച് ഇതിനോടകം തന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് LSS എക്സാമിന് നമ്മുടെ സാധാരണ എക്സാമിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒബ്ജക്റ്റീവ് എക്സാം മാതൃകയിലുള്ള ചോദ്യങ്ങൾ കൂടെ LSS എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ഈ ഒബ്ജക്റ്റീവ് എക്സാം മാതൃകയിലുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഒരു ചോദ്യം ഉണ്ടാകും, 4 ഉത്തരങ്ങളും. ഇതിൽ നിങ്ങൾ ശരിയായിട്ടുള്ള ഉത്തരം കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങളെ ഓൾറെഡി ഇതിന് പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് സൈലത്തിലുള്ള മെന്റീസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ക്വിസ് മത്സരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ മിസ് ഇന്ന് വന്നിരിക്കുന്നത് EVSലുള്ള നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറയുന്നത്. ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് LSS എക്സാമിന് നമുക്ക് പാഠഭാഗത്ത് നിന്നുള്ള അതേ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ, അതായത് പാഠഭാഗത്ത് നിന്നും ഇത്തിരി കൂടെ ഉയർന്ന ലെവലിലുള്ള ചോദ്യങ്ങളും നമുക്ക് LSS എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു മാതൃക എന്നുള്ള രീതിയിൽ ആണ് ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഹാപ്പൻഡ് ഇൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ് എന്നുള്ളതാണ്. മക്കളെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ത്യയുടെ പല സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് ഭാഗമായിട്ടുള്ള പ്രക്ഷോഭങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാനൊന്നും എവിടെയുമില്ല. പക്ഷേ ഒരു 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, 1857 എന്ത് നടന്നിട്ടുണ്ട്? ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ സംഘടിതമായിട്ട് നടന്ന ഒരു വലിയ സമരമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ ഇതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നല്ല വിളിച്ചത്. അവരിതിനെ കളിയാക്കിക്കൊണ്ട് ശിപ്പായി ലഹള എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏത് സംഭവമാണ് ശിപ്പായി ലഹള എന്നറിയപ്പെട്ടത് എന്ന് വേണമെങ്കിലും ചോദ്യം ഉണ്ടാവാം. അപ്പൊ അത് ഏത് തന്നെയാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം തന്നെയാണ് 1857. ഝാൻസി റാണിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഝാൻസി റാണിയൊക്കെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലാണ് പങ്കെടുത്തിട്ടുള്ളത്. ഝാൻസി റാണി, താന്തിയ തോപ്പി, ബഹദൂർ ഷാ രണ്ടാമൻ തുടങ്ങിയ ഒരുപാട് ആളുകളാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. എങ്കിലും ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഒരു പേരും കൂടെ എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് ഉണ്ടാവണം. ആ പേരാണ് മംഗൽ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൽ പാണ്ഡെ. അപ്പൊ മംഗൽ പാണ്ഡെ എന്നുള്ള പേര് കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഏതാണ്? 1942. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇന്ത്യയുടെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നതും ഇവരെ തന്നെയാണ്. ആരാണ്? അരുണ അസഫ് അലിയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ സമയത്ത് ഗാന്ധിജി ഒരു മുദ്രാവാക്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്നുള്ളതായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ബോംബെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണെന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇനി ഉപ്പു സത്യാഗ്രഹമുണ്ട്. 1930 ഉപ്പു സത്യാഗ്രഹം. ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ പോരാ. കേരളത്തിലും ഉപ്പു സത്യാഗ്രഹം നടന്നിട്ടുണ്ട്. കേരളത്തിൽ എവിടെയായിരുന്നു നടന്നത്? പയ്യന്നൂരാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, എങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനായിരുന്നു. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതും കെ കേളപ്പനാണ്. അപ്പൊ ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം ആരംഭിക്കുന്നത് ഗാന്ധിജിയുടെ ആശ്രമമായിട്ടുള്ള സബർമതി ആശ്രമത്തിൽ നിന്നാണ്. പിന്നീട് പോകുന്നത് ദണ്ഡി കടപ്പുറത്തേക്കാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ചെറിയ രീതിയിൽ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ടീച്ചർ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, പക്ഷെ ആ ക്വസ്റ്റ്യൻ മാത്രമല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു. നിങ്ങൾ പഠിക്കുമ്പോഴും ഏതൊരു സംഭവമാകുമ്പോഴും ജസ്റ്റ് ആ ഒരു വർഷം മാത്രം പഠിക്കാതെ എന്തായിരുന്നു ആ സംഭവം, ആരൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത്, പ്രധാനപ്പെട്ട വ്യക്തികൾ ആരാണ് എന്നിങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു 4-5 പോയിന്റെങ്കിലും നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവരും LSS വിജയികളാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.